നീറ്റ് യു.ജി. പുനഃപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. പഞ്ചാബിൽ നിന്നുള്ള ആര്യൻ ഗുപ്ത, ഹരിയാനയിൽ നിന്നുള്ള പൻഷുൽ ബെൻസൺ എന്നിവർ 715 മാർക്ക് നേടി ഒന്നാം സ്ഥാനം നേടി. യോഗ്യത നേടിയതിൽ 58% പെൺകുട്ടികളാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അശ്വിൻ നാഥ് ചേരുന്നു വിവരങ്ങളുമായി. അശ്വിൻ, രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു നീറ്റ് പുനഃപരീക്ഷയിലും വലിയ ക്രമക്കേട് ആരോപിച്ച് പലരും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഫലപ്രഖ്യാപനം വന്നിരിക്കുന്നു. ഹരിയാനയിലും പഞ്ചാബിൽ നിന്നുമാണ് റാങ്കുകൾ ഉള്ളത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അതെ അഖില, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് തലസ്ഥാനത്ത് ഉൾപ്പെടെ രാജ്യത്തെമ്പാടും വിവിധ സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നത്. ഈ നീറ്റ് യു.ജിയുടെ പരീക്ഷയിലെ ക്രമക്കേടുമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പരീക്ഷയുടെ റിസൾട്ടാണ് ഇന്നിപ്പം വന്നിരിക്കുന്നത്. ഏകദേശം 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ മെയ് 3 എഴുതിയ പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നായിരുന്നു രണ്ടാമത് റീടെസ്റ്റ് നടത്തിയതും ഇന്നതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്ന സാഹചര്യം. ഏകദേശം 11.21 ലക്ഷം ഉദ്യോഗാർത്ഥികൾ ഇതിനോടകം തന്നെ യോഗ്യത നേടി എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ യോഗ്യത നേടിയതിൽ 58% പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ യോഗ്യത നേടിയതെന്നും 700-ൽ മുകളിൽ മാർക്ക് നേടിയ 19 പേരുണ്ടെന്നും അതുപോലെ 715 മാർക്ക് 2 പേർ നേടിയിട്ടുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ആര്യൻ ഗുപ്തയും അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്നുള്ള പെൻഷുൽ ബെൻസനും ആണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത്. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഇതിനോടകം തന്നെ സ്കോർ കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനവും കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് എന്നും NTA ഉൾപ്പെടെയുള്ള മന്ത്രാലയങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും രാജ്യത്തെ തന്നെ വലിയ രീതിയിൽ പിടിച്ചു കുലുക്കിയ നീറ്റ് യു.ജി പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളൊരു വലിയ വാർത്ത തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് മുന്നിലേക്ക് വരുന്നതാകില്ല. അശ്വിൻ നാഥാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.